അല്ലാഹു തആല പറഞ്ഞു, വഖാലൽ മസീഹു, ഈസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. റബ്ബീ വ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, അവനാണ് അല്ലാഹ്, അവനെ നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, വല്ലവരും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം. അപ്പൊ കണ്ടങ്ങള്, ഏതെങ്കിലും ഒരു പോയിന്റിൽ പങ്കുകാരനോട് വിശ്വസിച്ചാൽ സ്വർഗം ഹറാമായി. ഇതല്ലേ മുജാഹിദീങ്ങൾ പറഞ്ഞത്? അന്ന് പറഞ്ഞത് അതൊന്നുമില്ല, അല്ലാഹുവിനെ പോലെ അല്ല, സ്വയം കഴിവുള്ള അല്ല, ഖാലിഖായ അല്ല എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. ഇപ്പൊ പറഞ്ഞതോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പങ്കുകാരനുണ്ട്, തുല്യമാകുന്നവരുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. തെളിവെന്താ? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അൽഹംദുലില്ലാ, ഇത് എന്നും പറഞ്ഞാൽ മതി, ഇത് എല്ലാ സ്ഥലത്തും പറഞ്ഞാൽ മതി. പക്ഷേ അവിടെ 9ാമത്തെ ചോദ്യമുണ്ട്. ഇത്രയും കാലം നിങ്ങൾ സമുദായത്തെ പറഞ്ഞു പറ്റിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച ഒരാളിൽ ശിർക്ക് സംഭവിക്കുകയില്ല, ശിർക്ക് പേടിക്കേണ്ടതില്ല, ശിർക്ക് സംഭവിക്കുകയില്ല, ഒരു മുസ്ലിമിന് ശിർക്ക് ഉണ്ടാകൂല എന്നാ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചത്. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഈ പാട്ട് ശിർക്കാണ്, ഈ പാട്ട് കുഫറാണ്, ഇത് പാടിയവന്റെ ഭാര്യ ഇനി ഭാര്യയല്ലാതായി മാറി, അവൻ മരിച്ചാൽ മുസ്ലിമീങ്ങൾ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല, അവന്റെ മക്കളെ കെട്ടിക്കുമ്പോൾ വലിയാകാൻ പറ്റൂല എന്നൊക്കെ പേരോട് മുസ്ലിം പറയുന്നുണ്ട്. ശേഷം എങ്കിൽ ഇത്രയും കാലം പറഞ്ഞു പറ്റിച്ച അസ്ല് ഇസ്ലാമികമായി ശരിയായ അസ്ലല്ല എന്നല്ലേ അതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് 9ാമത്തെ ചോദ്യം.